മസാലയുടെ ഈ ഒരു അത്യുഗ്രം വേദിയിൽ ഇനി അടുത്തതായി നമ്മുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് കാണാനുള്ള സമയമായിരിക്കുകയാണ്. സോ നമുക്ക് നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് തന്നെ നല്ല എനർജറ്റിക്കായി നമുക്ക് സ്വാഗതം ചെയ്യാം ഷജീം MS. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നത് തലശ്ശേരി ചൊക്ലി ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇപ്പം. പ്രൊഫസർ? അതെ അതെ. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ നമ്മളിങ്ങനെ മിമിക്രി ഒക്കെ ചെയ്ത് അങ്ങോട്ട് പോകുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കുറെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന ഒന്നിനും ഐറ്റങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹൊറർ ഫിലിം ഉണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷ് സിനിമയിലും മലയാള സിനിമയിലും ട്രീറ്റ്മെന്റ് രണ്ട് തരത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഇംഗ്ലീഷ് സിനിമയിലെ ഹൊറർ സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയിരിക്കുന്നു എന്ന് ഇവിടുന്ന് സൗണ്ട് ചെയ്യും. അതിനുശേഷം മലയാള സിനിമയിൽ അതിൻ്റെ ഹൊററിൻ്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ. Hello, excuse me. Hello, is there hello? Hello, excuse me. Hello, excuse me. Hello. It's a man! Come on, let's go! Oh my God, please help me. Oh my God, thanks. Thank you so much. എന്റെ ദൈവം, ഞാൻ ശരിക്കും ഞെട്ടി. ഒരു സെക്കൻഡ് എന്റെ നെഞ്ചൊന്ന് നിന്നുപോയി. ഓക്കെ, ഇനി മലയാളം. ഇത് മലയാളത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഈ പ്രേതം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെടിവെച്ചൊക്കെ കൊല്ലാം. പക്ഷെ മലയാളത്തിൽ പ്രേതം വന്നാൽ നമുക്ക് ഒഴിപ്പിച്ച് തന്നെ വിടണം. ഓക്കെ. അപ്പോൾ മലയാളത്തിൽ ആ ഒരു പൊതുവായിട്ടുള്ളൊരു കൂട്ടുണ്ട് എല്ലാ സിനിമകളും. അപ്പോൾ മലയാളത്തിൽ ഹൊറർ ഫിലിമിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. ഇവളൊന്ന് ശക്തിയാവൃത്തിയാണ്. ഇവളെ എത്ര പേർക്ക് കീഴ്പടക്കണം. സട്ടകാണിൽ വൃത്തത്തിൽ 5 വർഷം 5 തവണ മടങ്ങ് പ്രാതപ്പെടുന്നത് അടങ്ങ് പ്രാതമേ അടങ്ങ് പ്രാതമേ. പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാ മലയാള സിനിമയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് എലമെന്റ്സ് ഉണ്ടായിരുന്നു. സൂപ്പർ. അപ്പോൾ ഹൊറർ ഇംഗ്ലീഷ് മലയാളം കഴിഞ്ഞ് ഇവിടെ ഒരു ടെൻഷൻ ഒന്ന് മാറുന്നുള്ളൂ. ഇനി അടുത്ത് എന്താണ്? ഇനി 1-2 താരങ്ങളുടെ സൗണ്ട്. ഓക്കെ. ആദ്യമായിട്ട് ശ്രീ കോട്ടയം പ്രദീപ് ആട് എന്ന ചിത്രത്തിൽ പോലീസുകാരനായിട്ട് വരുന്നൊരു സീൻ. ഓക്കെ. നീയാണോടാ ഷാജിപ്പാപ്പൻ? നീ ടാർ കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? എടാ ഊതാൻ. എന്നെ ഊതാനല്ല പറഞ്ഞത്. നീ ആൾ കൊള്ളാവല്ലോടാ. നല്ല സ്വയംഭം സാധനം അടിച്ചിട്ടാ വരുന്നല്ലയോ? നീ നല്ല സാധനങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിലുണ്ട്. വാ, കിടക്കൻ കലക്കൻ കലക്കാച്ചി. കറക്റ്റ് സൗണ്ട്, കറക്റ്റ്. അടുത്തത് നടനും ഡയറക്ടറും കൂടിയായ ശ്രീ ജോയ് മാത്യു. ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന പഠിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. പേരൻസിന് പല മോഹങ്ങളും സ്വപ്നങ്ങളും കാണും. പക്ഷേ അതൊന്നും കുട്ടികളിലേക്ക് ഇട്ടുവയ്ക്കാൻ പാടില്ല. ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ലെന്ന് വെച്ചിട്ട് നാട് വിട്ട് പോകാൻ പാടില്ല. പഠിക്കണം, വീണ്ടും പഠിക്കണം. അതുവരെയുള്ള നിൻ്റെ വട്ടച്ചിലുള്ള പൈസയൊക്കെ ഞാൻ തരാം. പൊക്കോ. അടുത്ത ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി MM മണി സാറിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മീഡിയക്കാരും പത്രക്കാരും പറയുന്നു എൻ്റെ ശൈലി മാറ്റാൻ. എൻ്റെ ശൈലി മാറ്റാൻ. എടാവേ, ഞാൻ എൻ്റെ ശൈലി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലാണ്ടതാവൂലേ? മമ്മൂട്ടിയുടെ സ്റ്റൈല്, PS അച്യുതാനത്തിന് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, MG വാസുദേവന് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്,
ഇനി ഞാൻ എന്തിനാണ് എൻ്റെ സ്റ്റൈൽ മാറ്റുന്നത്? എൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റുമോ? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർ അദ്ദേഹം മിമിക്രിക്കാർ അദ്ദേഹത്തിനെ അനുകരിക്കുന്നതിനെ പറ്റി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ കൊടുത്തൊരു റിപ്ലൈ. അല്ലല്ലല്ല, സത്യത്തിൽ മിമിക്രിക്കാരൻ അനുകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവരെന്നെ അനുകരിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഞാൻ അത്ര ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവരനുകരിക്കട്ടെ. കലക്കി. ഞാൻ അടുത്തൊരു മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോടുകൂടി. പാട്ട് ഓക്കെ. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. കള്ളടിച്ചു നിന്റെ അപ്പൻ റോഡിൽ വീണു പോകുമ്പോൾ തോളിലിട്ടു വീട്ടിലാക്കാനൊരുത്തൻ വേണ്ടടി. കള്ളടിച്ചു നിന്റെ അപ്പൻ റോഡിൽ വീണു പോകുമ്പോൾ തോളിലിട്ടു വീട്ടിലാക്കാനൊരുത്തൻ വേണ്ടടി. റബ്ബർ പാൽ പോലൊരു പെണ്ണെ റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. കരിക്കിന്റെ ഫിഗറാണേലും ഉരുക്കിന്റെ മനസ്സാണേ, കണ്ണു വച്ചു നോക്കിയിടല്ലേ മാനെ പൊന്നെ പെൺമാനെ. കരിക്കിന്റെ ഫിഗറാണേലും ഉരുക്കിന്റെ മനസ്സാണേ, കണ്ണു വച്ചു നോക്കിയിടല്ലേ മാനെ പൊന്നെ പെൺമാനെ. ഞാനിതെത്ര കണ്ടതെന്ന വാശി വേണ്ട, പെങ്കൊച്ചേ വേണ്ട വേണ്ട വാശി വേണ്ട. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. അങ്ങനെ ഒരു ചിരിയുടെ കുറവുകൂടെ ഉണ്ട് അതിനകത്ത് അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ആദമിനെ കൊണ്ട് ഇനി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇനി വരും. ഇനിയും പുതിയ പുതിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആദമിനെ ഞങ്ങൾ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞുതരാം എല്ലാവരും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു.